അമീർ ഖാജ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഇതുപോലെ ഇൽമ നേടിയ വ്യക്തിയല്ലേ? ചെറിയ ആളാണോ? ഒരു സാദാ സീതാ വ്യക്തിയായിട്ടാണോ കാണുന്നത്? സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജിസിൽ അജ്മീർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഹിജ്റ 530 ജനിച്ചു. 15 വർഷത്തോളം തന്റെ പ്രിയപ്പെട്ടതാകുന്ന പിതാവിന്റെ അടുക്കൽ ഇൽമുകൾ പഠിച്ചു, പ്രാഥമിക ഇൽമുകൾ. 15ാമത്തെ വയസ്സിൽ വാപ്പ മരണപ്പെട്ടു പോയി. വാപ്പ അദ്ദേഹത്തിന് തെരിക്കത്തായി ഉപേക്ഷിച്ചാണ് ഒരു ചെറിയൊരു പൂന്തോട്ടം. ആ പൂന്തോട്ടം നനച്ചുകൊണ്ടിരിക്കവേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ആ നാട്ടിൽ വന്നതാണ്. അദ്ദേഹത്തെ പോയി കണ്ടു. കൊട്ടയിലുള്ളതാകുന്ന ഒരു ചെറിയൊരു കാരക്ക ബഹുമാനപ്പെട്ടവർക്ക് നൽകി. ആര്? ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ജിസിൽ അജ്മീർ റളിയല്ലാഹു അൻഹു. അന്ന് വലിയ മഹാനായില്ല, കുട്ടിയാണ്, 15 വയസ്സുള്ള. ആ കാരക്ക കഴിച്ചു, വലിയ സന്തോഷമായി. അതിഥി സൽക്കാരം നടത്തിയല്ലോ. അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു റൊട്ടി കഷ്ണം, ഒരു ഉണങ്ങിയ റൊട്ടി കഷ്ണം വായിലിട്ട് ചവച്ചിട്ട് ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം നൽകിയെന്നാണ്. ഓ, കേൾക്കുമ്പോൾ ചിലർക്ക് വലിയ വിഷമമായിരിക്കും. ഇത് കേൾക്കുമ്പോഴാണ് ചിലർക്ക് വലിയ വിഷമം. അപ്പൊ മക്കൾക്ക് ജനിക്കും സമയത്ത് വായിലിട്ട് കാരക്ക ചവച്ചു കൊടുക്കാൻ പറയുന്നതിൽ അസിലെന്താ? കൊടുക്കലുണ്ടോ? അതാ മറ്റേ ഇത് തേനിങ്ങനെ തുണ്ടി കൊടുക്കലോ ഉള്ളൂ. അതാ ഇപ്പൊ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരക്ക ഒന്നും ചവച്ചൊന്നും ആരും കൊടുക്കുന്നില്ല. തേനിങ്ങനെ ഗിരിയിലോട്ട് ഇങ്ങനെ തൊണ്ട് കൊടുക്കുക, എന്നിട്ട് തൊട്ട് കൊടുത്തു എന്ന് പറയുക. അങ്ങനെ അല്ലല്ലോ അതിന്റെ അസില്. യഥാർത്ഥത്തിൽ എന്താണ്? നല്ല കാരക്ക വായിലിട്ട് ചവച്ച് അരച്ച് നല്ല ഉമിനീര് പോലെ ആക്കിയിട്ട് അതുകൊണ്ട് കൊടുക്കാം. കാരക്ക അങ്ങോട്ട് തന്നെ ഇട്ടിട്ട് വാടച്ച് ഒഴിച്ച് ഹാള്ള പിന്നെ ജാതം പൊട്ടി കൊച്ചു മയ്യത്ത് കരിച്ചിട്ട് വാപ്പാക്ക് പോവാ. അത് അങ്ങനെ പറഞ്ഞെന്ന് പറയരുത്. അതിനാണ് ഇത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് അസിലുണ്ടതിന്. ഇതൊക്കെ ഹദീസുള്ളതല്ലേ? എന്നാന്നല്ല, ഇന്നൊരു തേനുമായിട്ട് പ്രസവിക്കാൻ പോകുമ്പോഴത്തേക്കും തേനെടുത്തോന്നാണ് ചോദിക്കുന്നത്. തേനുമായിട്ട് പോയിട്ട് നേരെ അവിടെ പോയി കെറിയിൽ തൊട്ട് കൊടുക്കുക. ഇത്തപ്പഴം വേണ്ട, കാരയ്ക്കം വേണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അതനുസരിച്ച് അമൽ ചെയ്തു നോക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഓരോന്നിനും അതിൻ്റെതായ അസലുണ്ട്, അത് ചെയ്തു നോക്കണം. അപ്പം ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു ഒരു ഉണക്ക റൊട്ടി വായിലിട്ടിട്ട് ചവച്ചരച്ചിട്ട് മുഈനുദ്ദീൻ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് കൊടുത്തു. 15 വയസ്സുള്ള പൊന്നുമോൻ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവിടുന്ന് രേഖപ്പെടുത്തി വെക്കുന്നു, ഫതറക ദുനിയ ബിൽകുല്ലിയ, ദുനിയാവ് മുഴുവൻ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ചിന്ത മുഴുവൻ പോയി ഇതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ. അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ കയ്യിൽ നിന്ന് വായിലിട്ട് ചവച്ചരച്ചിട്ട് കൊണ്ട് കിട്ടി. അതുകൊണ്ട് കഴിച്ചതോടുകൂടി ദുനിയാവിനോടുള്ള എല്ലാ അനുഭൂതികളും ആസ്വാദനങ്ങളും മുറിഞ്ഞുപോയി. സുഹൃത്ത് പരിത്യാഗം ഹൃദയത്തിലേക്ക് കയറി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇൽമു പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. പിന്നെ ഖുദ്സിയായതാകുന്ന ഇലാഹിയാകുന്ന ചില ഇശാറത്തുകളാണ് ഹൃദയത്തിൽ കൊടുക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് ഇങ്ങനെ യാത്രയാണ്. നേരെ അദ്ദേഹം പോകുന്നത് ഖുറാസാനിലേക്കാണ്. അവിടെ ചെന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. ബഹുമാനപ്പെട്ടവർ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ ബുഖാറയിലേക്ക് പോയി. അവിടെ ചെന്നുകൊണ്ട് ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. വിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുകളും ഹദീസിന്റെ ശാഖോപശാഖകളും ഫിഖ്ഹുകളും എല്ലാ കർമ്മശാസ്ത്ര മസലകളും ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്ന് പഠിച്ചെടുത്തു. ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് പിന്നീട് ഇലാഹിയാകുന്ന ഒരു ഇശാറത്ത് കിട്ടിയപ്പോൾ അവിടുന്ന് പിന്നീട് യാത്രയായി ഹാറൂനിലേക്ക്. ബഹുമാനപ്പെട്ടതാകുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഫലാസമ 20 സനതൻ, 20 വർഷം അവിടെ അങ്ങ് കൂടി. ബഹുമാനപ്പെട്ടതാകുന്ന ഡൽഹി ഷെയ്ഖ് ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു, കാക്കി എന്നാണ് നമ്മൾ പറയാ, കഅക്കി റളിയല്ലാഹു അൻഹു. ഡൽഹിയിൽ പോയി സിയാറത്ത് ചെയ്തിട്ടുള്ളവർക്കറിയാം. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ, അവരുടെ പൊരുത്തം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെയാണ് ഈ ദുനിയാവ് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാഹുവിന്റെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, കാര്യങ്ങൾ മുഴുവനും നടപടിയാക്കി കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. തദ്ബീർ ചെയ്യുന്നത് അവരാണ്. മനസ്സിലാക്കണം. നമ്മളൊന്നും തിരിച്ചറിയുന്നില്ല. ഈ ലോകം തന്നെ നിലനിർത്തുന്നത്, ഈ ഭൗതിക ലോകം ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്, ഇവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മുസ്ലിമീങ്ങൾക്ക് സമാധാനവും ശാന്തിയും ഒക്കെ നൽകിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഈ മഹത്തുക്കളാണ്. അതുകൊണ്ട് അവരെ തള്ളി പറയാൻ പാടില്ല, അവരെ ശരിക്കും മുറുകെ പിടിച്ചോ.
ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു പറയാൻ 20 വർഷം ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ വന്നുകൊണ്ട് ലാസമ ബഹുമാനപ്പെട്ടതാകുന്ന മുഈനുദ്ദീൻ അജ്മീർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ കൂടി ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു അടുക്കൽ നിലകൊണ്ടു. അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരുപാട് റിയാളയാണ്, ഇൽമെല്ലാം പഠിച്ചു കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയത് എന്തിനാണ്? റിയാള ഒരുപാട് അമലിയാത്ത് കൊടുക്കാൻ, നമസ്കാരവും വിവാഹത്തും ദിക്റും ഒക്കെ കൊടുത്തങ്ങോട്ട് ചൂടേറ്റുക. കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കുറിച്ച് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുന്നു. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ അടുക്കൽ പോകുമ്പോ 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയിട്ട് വരാൻ പറയുമായിരുന്നു. 1,00,000 ചെല്ലിയിട്ട് തിരിച്ചു വരുമ്പോൾ പറയും വീണ്ടും 1,00,000 കൂടി ചെല്ലിയിട്ട് വരാൻ പറയും. ആരോടായി പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 നല്ല മർത്തബയിൽ എത്തി നിൽക്കവേ അവർ വീണ്ടും ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ശൈഖിന്റെ അടുക്കൽ സമീപിക്കുമ്പോ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് കൊടുക്കുന്ന ഇജാസത്ത് ഇതാണ്: 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയിട്ട് വാ. നമ്മൾ 100 തേച്ചെല്ലൂല. 1,00,000 ചെല്ലിയാൽ മാത്രം മതി എന്നല്ല, അതിന് മുമ്പ് ലക്ഷക്കണക്കിന് ചെല്ലിയിട്ടാണ്. ഖിർഖ ധരിപ്പിക്കണമെങ്കിൽ, മഹത്തുക്കളുടെ ഒരു പദവിയിലേക്ക് നീ എത്തണമെങ്കിൽ, വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ചില റിയാളുകളുണ്ട്, അങ്ങനെ കൊടുക്കുന്നത്. 1,00,000 ചെല്ലിയിട്ട് വരുമ്പോൾ പറയും 1,00,000 കൂടി ചെല്ലും. അങ്ങനെ 3,00,000 ഒക്കെ ചെല്ലിയപ്പോഴാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ അബ്ദുൽ ഖാദർ ഉസ്താദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഹാല് മാറിയതെന്നാണ്. പിന്നെ എല്ലാം അവിടുന്ന് എഴുതി വെക്കാണ്. എന്ത് കാര്യം ചെന്ന് പറയുന്നത് മുഴുവൻ എഴുത്താണ്. അപ്പോഴാണ് അവസാനമൊക്കെ അറിയാം. ജീവിതകാലത്ത് തന്നെ അവരെ കണ്ടവരാണ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. എന്തെങ്കിലും ഒരു കാര്യം പോയി പറയുമ്പോഴേ എഴുതി അങ്ങോട്ട് കൊടുക്കും. എഴുതി പേപ്പറിൽ വെക്കാണ്. ആ കാര്യം നടക്കും, ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് നടക്കുമെന്ന് എഴുതി കൊടുക്കും. അത് പറയുന്ന പോലെ ആ സമയത്ത് അത് നടക്കുകയാണ്. ഇവിടെ എഴുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ പേപ്പർ കടലാസുകൾ ഇപ്പോഴും ആ മക്കാമിലുണ്ട്. അവിടെ പോയി നോക്കിയാൽ മതി. എത്രയോ സംഭവ വികാസങ്ങൾ നടന്ന സംഭവങ്ങൾ, അങ്ങനത്തെ മഹാന്മാർ. ചിന്തിച്ചു നോക്കി. ഇതൊക്കെ അടുത്ത് കഴിഞ്ഞു പോയ മഹാന്മാരെ കുറിച്ചാണ് പറയുന്നത്. 50 കൊല്ലം മുമ്പുള്ളതൊന്നുമല്ല, 10-15 വർഷം മുമ്പ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ മഹാന്മാരെ കുറിച്ചുള്ള ചരിത്രമായി പറയും. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. സുന്നത്തെ ജമാഅത്തിൽ നമുക്കിനി വേറെ തെളിവൊന്നും വേണ്ട, ഈ മഹാന്മാരെ മാത്രം നോക്കിയാൽ മതി. മലബാർ ദേശത്തുള്ള എത്രയോ മഹാന്മാരുണ്ട്, എത്രയോ മഹത്തുക്കളുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്ന് 20 വർഷം പരിപൂർണമായി നിലകൊണ്ടു. അദ്ദേഹം പറഞ്ഞു, അവസാനം പറഞ്ഞു ജദ്ദിദ് വുളൂഅക. ഒരു ദിവസം പറഞ്ഞു ഇപ്പൊ വുളൂ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. വുളൂ ഒന്ന് പുതുക്കിക്കൊണ്ടുവരാം. ജദ്ദിദ് എന്ന് പറഞ്ഞാൽ അത് പുതുക്കാന്ന് അതിനർത്ഥം. പറഞ്ഞാൽ എന്നെ അർത്ഥം എന്താ? ദായിമുൽ വുളൂ ആണ് എപ്പോഴും. അതുകൊണ്ടാണല്ലോ ജദ്ദിദ് എന്ന പദം പറയാൻ കാരണം. വുളൂ ഒന്ന് പുതുക്കി കിട്ടുക. അങ്ങനെ വുളൂ പുതുക്കി ചെന്നപ്പോൾ പറഞ്ഞു 2 റക്അത്ത് നിസ്കരിക്കണം. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു പറയാ 2 റക്അത്ത് നിനക്ക് നിസ്കരിക്കണം. 1-ാമത്തെ റക്അത്തിൽ നീ സൂറത്തുൽ ഫാത്തിഹ ഓതണം. എന്നിട്ട് 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ്. 2-ാമത്തെ റക്അത്തിൽ 1000 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതണം. എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. നേരെ തിരിച്ച് നിസ്കാരം കഴിഞ്ഞു. അപ്പൊ എത്ര നേരം എടുക്കും ഇതൊന്ന് ചൊല്ലിത്തിരക്കാം? നമ്മളോടൊക്കെ ആണെങ്കിലും 10 ഖുൽ ഹുവല്ലാഹു ഓതാൻ പോലും കഴിയാത്ത കൗമിനോടാണ് 1000 ഖുൽ ഹുവല്ലാഹു. ഇത് നിസ്കാരത്തിൽ വേണം, അല്ലാതിരുന്നല്ല. മറ്റേത് സുബഹി കഴിഞ്ഞ് പള്ളി കഴിഞ്ഞിട്ട് പള്ളിയുടെ മുറ്റത്തൂടെ ഒരു നടത്തമുണ്ട്. എന്നിട്ട് ഉസ്താദ് എന്താ എടുക്കുന്നത്? മുത്തല്ലിങ്ങൾ എന്താ എടുക്കുന്നത്? മുഴുവൻ തസ്ബീഹ് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആജിയാരി. സംഭവം 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ വന്നത്. എന്നിട്ട് ഇങ്ങനെ വരാന്തേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. കൗമിനെ മുഴുവൻ കാണിക്കണം, തസ്ബീഹ് ഇട്ട് ഇങ്ങനെ ആട്ടി നടക്കുക. ഇതാണ് നമ്മുടെ ദിക്റ് ചെല്ലല്. യഥാർത്ഥത്തിൽ അവിടെ ഇരുന്ന് ദിക്റ് ചെല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താ? ഖൗമുൻ സല്ലബു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ അശംസു തഅദിലു ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ. സയ്യിദുനാ റസൂലുള്ളാഹി സുബഹി നമസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഉദയം വരെ ദിക്റ് ചൊല്ലി ആരെങ്കിലും നിലകൊണ്ടാൽ പരിപൂർണമായ 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 ഉംറ നിർവഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഉമ്മമാർക്ക് വേണ്ടി പറയുന്നതാണ്. ഉപ്പമാര് പ്രായം ചെന്ന പല ആളുകളും പള്ളിയിൽ വന്നിട്ട് നേരത്തെ കയറി ഇരുന്നിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നവരുണ്ട്. പള്ളിയിൽ എന്തിനാ ഉദയം എന്നൊരു ടൈം കൊടുത്തിരിക്കുന്നത്? എന്തിനാ? ഈ ഉദയം വരെ ദിക്റ് ചെല്ലാനാണ്. അല്ല, ഇതെന്തിനാ ഉദയത്തിന് പ്രത്യേക നിക്കാരമുണ്ടോ? അല്ലല്ലോ. ആ ഉദയത്തിന്റെ സമയം വരെ അവിടെ ഇരുന്നിട്ട് ദിക്റ് ചൊല്ലി നിലകൊള്ളാൻ. സല്ലവു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ അശംസു തഅദിലു ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ. സയ്യിദുനാ റസൂലുള്ളാഹി നബി 3 വട്ടം പറഞ്ഞു പൂർണ്ണമായ 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 ഉംറ നിർവഹിച്ച പ്രതിഫലം ലഭിക്കും. അപ്പൊ അതുകൊണ്ട് ദിക്റ് ചെല്ലുമ്പോൾ നല്ലതുപോലെ ചെല്ലിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഒരു 100 സ്വലാത്ത് കൂടി ചെല്ലണേ. നിർത്തുകയാണ് ഞാൻ.
100 സ്വലാത്തോട് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് ഹാലങ്ങ് മാറുകയാണ്. വല്ലാത്തൊരനുഭൂതിയുടെ ലോകത്തേക്ക് എത്തുകയാണ്. അല്ലാത്ത മറ്റൊരു ചിന്ത ഹൃദയത്തിലില്ലാത്ത ഒരവസ്ഥ. ഈ ഭൗതികമാകുന്ന ലോകത്തിന്റെ ആഡംബരാസ്വാദനങ്ങൾ മുഴുവനും മറന്ന ഒരു ലോകത്തേക്ക് പോവുകയാണ്. സ്വർഗീയമാകുന്ന അനുഭൂതികളും ആസ്വാദനങ്ങളുമല്ല ലക്ഷ്യം, അല്ലാഹുവിലേക്ക് മാത്രമായി ഹൃദയം ദിക്ർ ചൊല്ലി 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 അങ്ങനെ മുഴുകി അങ്ങ് നിലകൊള്ളുകയാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ തസക്ക وذكر اسم ربه فصلى ഖദ് അഫ്ലഹ മൻ തസക്ക. ഹൃദയത്തെ സംശുദ്ധീകരിച്ചവൻ തീർച്ചയായും രക്ഷ പ്രാപിച്ചവനാണ്. ആരാണവൻ? അവർക്ക് എങ്ങനെയാണ് ഹൃദയത്തെ സംശുദ്ധീകരിക്കാൻ സാധിക്കുന്നത്? വദക്കറ സ്മ റബ്ബി, റബ്ബിന്റെ നാമം നല്ലതുപോലെ സ്മരിക്കാൻ കഴിയുന്നവർക്ക്, ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളാൻ കഴിയുന്നവർക്ക്, അല്ലാഹു എന്ന ചിന്തയിൽ നിലകൊള്ളാൻ സാധിക്കുന്നവർക്ക്. അതേത് നിലയിലാണ് ദിക്റിൽ ചെല്ലേണ്ടത്? മുഅ്മിനീങ്ങൾ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅശിയ്യാ. മുഅ്മിനീങ്ങളെ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ അധികമായി നിങ്ങൾ ദിക്ർ ചൊല്ലണേ. ഈ അധികം ഏത് നിലയ്ക്കാണ്? ഖുർആൻ മറ്റൊരായത്തിൽ പറയുന്നു, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. 3 രീതിയാണ് മനുഷ്യനുള്ളത്. ഒന്നില്ലെങ്കിൽ നൃത്തം, അല്ലെങ്കിൽ ഇരുത്തം, അല്ലെങ്കിൽ കിടത്തം. ഈ 3 സമയത്തും പടച്ചറപ്പാകുന്ന അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവൻ തീർച്ചയായും രക്ഷപ്പെട്ടു. ഖദ് അഫ്ലഹ മൻ തസക്ക. ഹൃദയത്തെ സംശുദ്ധീകരണം നടത്തി ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടവൻ തീർച്ചയായും വിജയിച്ചവനാണ്. ഫസല്ല, പരിശുദ്ധമാക്കപ്പെട്ട റജബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി മുഖേന നിന്റെ കൈകളിലേക്ക് നൽകിയ നമസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകുന്ന മനുഷ്യ, നീ വിജയിച്ചവനാണ്, നീ രക്ഷപ്പെട്ടവനാണ്, നീ രക്ഷപ്പെട്ടവനാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ഖുർആൻ അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര വാഴ്ന്നു പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇമാമ് നിനക്ക് വേണ്ടി മെഹ്റാബിലിരുന്നുകൊണ്ട് ഈ സൂറത്തുൽ അഅല പാരായണം ചെയ്താലും, ഇത് പാരായണം ചെയ്യൽ സുന്നത്താക്കിയാലും നീ പഠിക്കുന്നില്ല. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. 2021 നീ കടന്നപ്പോഴും നീ പഴയ രീതി തന്നെയാണ്. മുൻഗാമികൾ ചെയ്തു വെച്ച ഏതൊരു പ്രവർത്തന മേഖലയാണോ, കള്ളു കുടിച്ചുകൊണ്ട് നീ നിലകൊള്ളുകയാണ്, വ്യഭിചരിച്ചുകൊണ്ട് നീ നിലകൊള്ളുകയാണ്, സിനിമ കണ്ടുകൊണ്ട് നീ നിലകൊള്ളുകയാണ്, പെങ്ങളെ നീ സീരിയൽ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടുകൊണ്ടിരിക്കുകയാണ്, മോശപ്പെട്ട സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നിലകൊള്ളുകയാണ്. കേൾക്കുന്നതും ഹറാം, കാണുന്നതും ഹറാം, പിടിക്കുന്നതും ഹറാം, നടക്കുന്നതും ഹറാം. എല്ലാ നിലക്കും മോശമായ പ്രവർത്തനവുമായി നീ മുന്നേറുകയാണ്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. എന്നാൽ പഠിച്ചു വെക്കേണ്ട പാഠം വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ആഖിറമാണ് എന്നെന്നും ശാശ്വതത്വം ലഭിക്കുന്നവൻ. ഈ ദുനിയാവ് ശാശ്വതത്വമുള്ളതല്ല, ഇത് നശിക്കാനുള്ളതാണ്, നശിക്കാനുള്ളതാണ്. 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് പോകണമെന്നുള്ള വിചാരം മനുഷ്യ, മാനവ, പെങ്ങളെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ. നീ മോശപ്പെട്ട പ്രവർത്തനത്തിലേക്ക് പോകരുത്. നിന്റെ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ ഇബാദത്തുമായി കഴിയണേ. നിന്റെ നമസ്കാരം വീട്ടിലാണ്, നിന്റെ ദിക്ർ നീ വീട്ടിലാണ്, നിന്റെ ഇബാദത്ത് കണിശത വെക്കേണ്ടത് പെങ്ങളെ വീട്ടിലാണ്. പുരുഷന്മാരെ, നിന്റെ വീടിന്റെ അകത്തലങ്ങൾ നീ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. ലാ തജഅലൂ ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുതേ, ശ്മശാനമാക്കരുതേ, മോഹമാക്കരുതേ. ഫഇന്നൽ ബൈതല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. ഉസ്താദേ, എന്റെ വീട്ടിൽ പൈശാചികതയാണ്, എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കള്ള ചിഹ്നന്മാരുടെ പുറകെ ഓടുന്ന സഹോദരി, ഓടുന്ന ചെറുപ്പക്കാരാ, ആത്മീയ
ചൂഷണത്തിന് നിലകൊള്ളുന്ന ആളുകളുടെ പിറകെ നീ പോകേണ്ടതില്ല. ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ആദരവായ റസൂലുള്ള പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ പിശാച് പ്രവേശിക്കുകയില്ല. ഇത് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ഖുർആൻ ഓതാത്തുകയാണ്. നിന്റെ ഹൃദയത്തിന്റെ മാലിന്യം മുഴുവനും ഒന്ന് പോകട്ടെ. ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തഊ കമാ യസ്തഉൽ ഹദീദ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ ഹൃദയങ്ങൾ കറപിടിക്കും. സഹാബ ഇരുമ്പുകൾക്ക് കാമ് പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് കറപിടിക്കും. സഹാബ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ ഹൃദയത്തിന്റെ കറകളയാൻ എന്ത് വേണം റസൂലേ? ഇരുമ്പിന്റെ തുരുമ്പ് മാറ്റാൻ ഞങ്ങൾക്കറിയാം, അതിനുള്ള ആധുനിക സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാണ്. ഹൃദയത്തിന് തുരുമ്പ് പിടിച്ചാൽ, കറ പിടിച്ചാൽ, അതിന് ക്ലാവ് പിടിച്ചാൽ എങ്ങനെയാണ് മാറ്റുക റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ ദിക്റുൽ മൗതി വതിലാവത്തുൽ ഖുർആൻ. രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഹൃദയത്തെ ശുദ്ധികലശം ചെയ്യാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധമായ റജബില നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധികലശം ചെയ്യേണ്ട മാസമാണ്. പവിത്രമായ റമളാനിന് മുന്നൊരുക്കം നടത്തേണ്ട മാസമാണ്. നമസ്കാരം നൽകപ്പെട്ട മാസമാണ്. പവിത്രമാക്കപ്പെട്ട മാസമാണ്. റസൂലുള്ളാഹി അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തയ്യാറെടുത്ത മാസമാണ്. ഈ മാസത്തെ നിങ്ങൾ പരിപൂർണമായി ഭക്തശ്രദ്ധ പതിപ്പിക്കണേ. ഈ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കണേ. ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണേ. ദിക്റുൽ മൗത് വതിലാവത്തുൽ ഖുർആൻ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്ന് മരണത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ അടുത്ത നിമിഷം ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. എത്രയെത്ര ഔലിയാക്കൾ, എത്രയെത്ര മഹത്തുക്കൾ ഈ ലോകത്ത് മുഴുവനും കാരുണ്യം വാരി വിതറിയ കാരുണ്യത്തിൻ്റെതാകുന്ന തിരുദൂതർ ഹബീബ് മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ ഹൃദയം വരുത്തിയ ലോകത്തിന് മുഴുവനും മഹിമാകുന്ന ആദർശം പരത്തിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ സഹോദര. അതുകൊണ്ട് നീ മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തെ നീ മറക്കരുതേ. അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവനാണ്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അഹ്മദുൽ കബീർ ഫായി റളിയല്ലാഹു അൻഹു വഫാത്തായി. ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ജിസ്മിൽ അലി അൽ-ജ്മീരി റളിയല്ലാഹു അൻഹു മഹത്തുക്കൾ വഫാത്തായി. എല്ലാ ഔലിയാക്കളും, എല്ലാ അംബിയാക്കളും, എല്ലാ മഹത്തുക്കളും ഇതാ വഫാത്തായിരിക്കുകയാണ്. ലോകത്തെ എത്രയോ മോശപ്പെട്ട ആളുകൾ കടന്നുപോയിട്ടുണ്ട്. എത്രയോ ഏകാധിപതികൾ, എത്രയോ സ്വേച്ഛാധിപതികൾ, ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ നമ്രൂദ് ഇന്ന് എവിടെ പോയടാ? എവിടെ പോയടാ ഫിറഔൻ? എവിടെ പോയടാ ഹാറൂൻ? എവിടെ പോയടാ ഹാമാൻ? എല്ലാവരും ഖബറിലാണ്, ഖബറിലാണ്, ഖബറിലാണ്. അടുത്ത സെക്കൻഡിൽ ഞാനുമില്ല മരിക്കുമെന്നുള്ള ബോധം നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. നിന്റെ കൂട്ടുകാരനോട് നീ പോരടിക്കല്ലേ. നിന്റെ അയൽവാസികളോട് നീ പോരടിക്കല്ലേ. നിന്റെ സമൂഹത്തോട് നിനക്കുള്ള പ്രതിബദ്ധത നീ മറക്കല്ലേ. നിന്റെ നാട്ടിലുള്ളതാകുന്ന ICSന്റെ സ്ഥാപനത്തെ നീ ഒരിക്കലും മറക്കല്ലേ, മറക്കല്ലേ. ദീനിന്റെതാകുന്ന കാവൽ ഭടന്മാരാണിവർ. ഈ പരിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കാൻ നിലകൊണ്ടവരാണ്. നൂറോളം വരുന്നതാകുന്ന പാവപ്പെട്ടതാകുന്ന മുഅല്ലിമീങ്ങൾ, പാവപ്പെട്ടതാകുന്ന മുതഅല്ലിമീങ്ങൾ, അവർ ഈ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി നാളെ ഈ ലോകത്തിന് ദീൻ പറഞ്ഞു കൊടുക്കാൻ കർമ്മബോധയിലേക്ക് ഇറങ്ങുന്നതായ മഹത്തുക്കളാണ്. അല്ലാഹുവേ പടച്ചറബേ, അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന മജീദ് ഉസ്താദ് അടക്കമുള്ള മഹോന്നതരുടെ ബറക്കത്തുകൊണ്ട് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നാളെയുടെ കാവൽ ഭടന്മാരാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നീ നിലകൊള്ളണേ. നമ്മുടെ നാടിൽ ഒരു ആത്മീയ വെളിച്ചമുണ്ടാകണം. ആത്മീയമാകുന്ന സ്ഥാപനം നിലനിൽക്കണം. അതിന് എന്ത് വേണമെങ്കിലും നൽകാനാ തയ്യാറാ. എന്റെ കയ്യിലുള്ള സമ്പത്ത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ശരീരം കൊണ്ട് ഞാൻ ഇതാ സന്നദ്ധനാണ്. സാമ്പത്തികമായി ഞാൻ സന്നദ്ധനാണ്. മനസ്സുകൊണ്ട് ഞാൻ സന്നദ്ധനാണ്. സഹോദര സഹോദരി, നീ തയ്യാറെടുക്കണേ. നീ അപ്പോഴാണ് ഈ ദീനിനെ ശക്തിപ്പെടുത്തുന്നുള്ളൂ. അമ്പിയാക്കൾ
മുഖേന കൈമാറുന്ന ഹിദായത്ത്, സഹാബത്ത് മുഖേന കൈമാറുന്ന ഹിദായത്ത്, താബികൾ മുഖേന കൈമാറുന്ന ഹിദായത്ത്, താബികൾ മുഖേന കൈമാറുന്ന ഹിദായത്ത്, അയിമ്മത്തുകളാകുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ശേഷം വന്ന മുഹിയുദ്ദീൻ ശൈഖിനെ പോലെ, റിഫായി ശൈഖിനെ പോലെ, അജ്മീർ ഹോജയെ പോലെ, ശേഷം വന്നതാകുന്ന അയിമ്മത്തുകളെ പോലെ എല്ലാ ഇമാമിങ്ങളും കൈമാറി 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 ഈ ദീനിനെ നമ്മുടെ കൈകളിലേക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൽമ പഠിച്ചെടുക്കേണ്ടത് ഉലമാക്കളുടെ വായിൽ നിന്നാണ്. ഇമാം നവവി തങ്ങള് ശർഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന മജ്മൂഇന്റെ തുടക്കത്തിൽ ഒരു ആവർത്തി രേഖപ്പെടുത്തുകയാണ്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീരി ലാ മിൻ ബുതൂനിൽ കുതുബി. കിതാബിന്റെ ഉള്ളറകളിൽ നിന്നല്ല നീ ഇൽമ പഠിക്കേണ്ടത്, നീ ഇൽമ പഠിക്കേണ്ടത് ഉസ്താദുമാരുടെ വായിൽ നിന്നാണ്. ആലിമീങ്ങൾ എന്ത് പറയുന്നു? കിതാബിൽ കിടക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് തിരിഞ്ഞത് ഇങ്ങനെയാണ്, ഉസ്താദ് പഠിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞതാകുന്ന ചേകന്നൂരിന്റെ കൂടെ പോയി പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ആലിമീങ്ങളെ വകവെക്കണേ, പണ്ഡിതന്മാരെ ബഹുമാനിക്കണേ, ഉസ്താദുമാരെ ബഹുമാനിക്കണേ. അവരെ പഠിപ്പിച്ചു തരുന്നത് മാത്രമാണ് ഇൽമ. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീരി ലാ മിൻ ബുതൂനിൽ കുതുബി. കിതാബിന്റെ ഉള്ളറകൾ നിനക്ക് ഹർഫ് ചെയ്യുമ്പോ ഇങ്ങനെയാണല്ലോ കടക്കുന്നതെന്ന് നിനക്ക് തോന്നാം. പക്ഷെ ഉസ്താദ് എന്തർത്ഥം വെക്കുന്നു അത് വേണം നീ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. കാരണം ഈ ദീന് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് നൽകിയതാണ്. റസൂലുള്ളാഹിക്കാണല്ലോ വിശുദ്ധമായ ഖുർആൻ അവതീർണമായത്. അലിഫ് ലാം റാ ഇന്നാ അൻസൽനാഹു ഇലൈക. ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് തങ്ങൾക്കാണ് നബി. ഈ ഖുർആനിന്റെ പ്രതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കോപ്പികൾ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തതല്ല. ഇത് വിളിച്ചു കൊടുക്കേണ്ടത്, ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മുത്ത് നബി മുഖേനയാണ്. തങ്ങൾ വേണം ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ പ്രഭയിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് തങ്ങളുടെ കൈവെള്ളയിലേക്ക് നാം ഇതാ ഖുർആൻ അവതരിപ്പിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് ഖുർആൻ കൊടുത്തു. റസൂലുള്ളാഹി അതിനെ വിശദീകരിച്ചു. റസൂലുള്ളാഹി വിശദീകരിച്ചതുപോലെ സഹാബത്ത് വിശദീകരിച്ചു. അതിനുശേഷം വന്നതാകുന്ന അയിമ്മത്തുകൾ വിശദീകരിച്ചു. അതേ നിലയ്ക്ക് തന്നെ നമുക്ക് ഉലമാക്കൾ കൈമാറി തരുന്നു. ഈ ഇൽമിനെ അതേപോലെ തന്നെ അമാനത്തെന്ന നിലയ്ക്ക് പരിപൂർണമായ കർമ്മം നമ്മൾ ലോകത്ത് നിർവഹിക്കണേ, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അങ്ങനെ എത്തിച്ചു കൊടുത്തത് കൊണ്ടാണ് ഔലിയാക്കളിൽ പ്രമുഖനായി ഇന്ത്യയുടെ നേതൃത്വമായി രാജാവായി ബഹുമാനപ്പെട്ട ഖവാജ മുഈനുദ്ദീൻ ബിസിൽ അജ്മീരി റളിയല്ലാഹു അൻഹു എത്തിയത്. പരിപൂർണമായി ആ അമാനത്ത് നിർവഹിച്ചു. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അയച്ചത്. നീ വെക്കോ, എവിടേക്ക്? ഇന്ത്യയിലേക്ക് വെക്കോ. ദാക മസ്കനുക വ മദ്ഫനുക. അവിടെ തന്നെയാണ് നിന്റെ താമസവും, അവിടെ തന്നെയാണ് നിന്റെ ഖബറും. സയ്യിദുനാ റസൂലുള്ളാഹി അവിടുന്ന് സ്വപ്നത്തിലൂടെ അറിയിച്ചതിന് പ്രകാരമാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ വന്നത്. എല്ലാം ഖുദ്സിയായ ഇലാഹിയായ ഉണർവിലൂടെ മാത്രമേ ബഹുമാനപ്പെട്ടവർ തീരുമാനം എടുക്കാറുള്ളൂ. ഇതിനിടയിൽ വലിയ സംഭവമുണ്ട്, ചരിത്രമുണ്ട്, പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടത്. ഞാൻ അല്പസ്വല്പം മാത്രം പറഞ്ഞു എന്ന് മാത്രം. അവരുടെ പൊരുത്തം ലഭിക്കാൻ, അവരുടെ ഒരു മദദ്, അവരുടെ ഒരു ഹിഫ്ള്, ഹിമായത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ മഹാന്മാര് കൈമാറുന്ന ദീന് ഇനി നമ്മൾ കൈമോശപ്പെടുത്താൻ പാടില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ ഉസ്താദ് വിലായത്തിന്റെ അഹ്ലുകാരാണ് അല്ലേ? നമ്മുടെ ഉസ്താദുമാരെ ചിന്തിച്ചു നോക്ക്. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. എൻ്റെ ഉസ്താദ് മന്നപ്പറ്റ ഹംസ ഉസ്താദ് അള്ളാഹുർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ. ഔക്കുലാത്ത് പഠിക്കാനാണ് ഉസ്താദിന്റെ അടുക്കലേക്ക് പോയത്. എല്ലാ ഇൽമും ഫന്നും നല്ലതുപോലെ കലക്കി കുടിച്ച മഹാൻ. ഒക്കെ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ. അവരുടെയൊക്കെ ഒരു ദറജ നോക്കൂ. ഒക്കെ ഉസ്താദ് ആരാൻ? വിലായത്തിന്റെ അങ്ങേ തലക്കിലെത്തിയ മഹാൻ. അള്ളാഹുരുടെ പൊരുത്തം നൽകട്ടെ. ചിന്തിക്കണം നമ്മൾ. അപ്പൊ എവിടെയാണ് പിഴച്ചത്? നമ്മൾ മുഖേനയാണ് പിഴച്ചത്. നമ്മൾ ഇനി ശരിയായാൽ അടുത്ത തലമുറ ശരിയാവും. നമ്മൾ പറയും നമ്മുടെ ഉസ്താദ് ഓക്കെ, ഉസ്താദിന്റെ ഉസ്താദോ ഡബിൾ ഓക്കെ, അതിന്റെ മുകളിലോ അതിനേക്കാളോ ഓക്കെ. പിന്നെ എവിടെയാ പ്രശ്നം? എവിടെയാ? നമ്മളാണ് പ്രശ്നം. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ദീനൊന്ന് പരിപൂർണമായി മുറുകെ പിടിക്കണം. നമ്മുടെ സുന്നത്ത് നമസ്കാരം വിത്ർ, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര ഫൗതിറു യാ അഹ്ലൽ ഖുർആൻ.
ഖുർആനിന്റെ അഹ്ലുകാരെ, മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു ഒറ്റയാണ്, ഒറ്റയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ വിത്ർ ഉപേക്ഷിക്കരുത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വിത്ര ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എല്ലാ സുന്നത്തും നമ്മൾ ഓതുന്ന കാലഘട്ടം മാത്രമല്ല, പിൽക്കാലത്തും ഇമാമത്ത് കിട്ടിയാലും എവിടെയായിരുന്നാലും ദറസായിരുന്നാലും ഒന്നും മുടക്കാൻ പാടില്ല. സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്തായ ഇബാദത്തുകൾ എല്ലാം നമ്മൾ കണിശത വെച്ച് പോകണം. ഇതിനേക്കാളൊക്കെ ഉപരി ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവും അത് നിലനിൽത്തക്കത്ത പ്രവർത്തനേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അതില്ലെങ്കിൽ എല്ലാം പോയി. ഈ ഒരു സനതാണ്, ഇതൊരു ചെറിയ കാര്യമില്ല. അതാണ് സനത് എന്ന് പറയുന്നത്. സനത് എന്ന് പറഞ്ഞാൽ നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞ് തരികയല്ലല്ലോ. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന കൈമാറി 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 വന്ന ദീനാണ്. ആ ദീൻ നമ്മുടെ കയ്യിലേക്ക് ഉസ്താദ് തരിക. ആ ഒരു പൊരുത്തം അത് നിലനിർത്തി പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു. അത് കിട്ടിയ കൈക്ക് പിടിച്ചാൽ രക്ഷപ്പെട്ടു. ഉസൈദ് എന്ന് പറയുന്നതാകുന്ന ഒരു സഹാബിയുടെ വീട്ടിൽ പോയി രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഉമൈർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങിയപ്പോ നല്ല കൂരാകൂരിരുട്ടാണ്. സഹാബിയാണ്, നല്ല ഇരുട്ട്. ബഹുമാനപ്പെട്ടവർക്ക് വീട്ടിലേക്ക് എത്തണം. വലത് കൈ ഇങ്ങനെ ഉയർത്തിയെന്ന നോക്കുമ്പോ കൈ ഇങ്ങനെ ട്യൂബ് ലൈറ്റ് പോലെ പ്രകാശിച്ചു. ആ പ്രകാശത്താൽ അദ്ദേഹം വീടണഞ്ഞു. കൂട്ടുകാരെ ചോദിച്ചു, എന്ത് പറ്റി ഇങ്ങനെ കൈ പ്രകാശിക്കുന്നല്ലോ, ട്യൂബ് ലൈറ്റ് പോലെ? ഒരു ടോർച്ചൊന്നും ഇല്ലാത്ത കാലഘട്ടം, കൈ എങ്ങനെ പ്രകാശിക്കാൻ കാരണം അതാണ്. ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ മസിസ്തു ബിയമീനി ദക്കരി മുൻദു അന്നി ബയഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ ബൈഅത്ത് ചെയ്തു. നബിയുടെ വലതു കൈയിലേക്ക് എന്റെ ഈ കൈ അങ്ങോട്ട് ചേർത്ത് വെച്ചതിന് ശേഷം ഈ വലതു കൈ കൊണ്ട് ശറഫാക്കപ്പെട്ട മുത്തുനബിയുടെ കൈയിലേക്ക് ചേർത്ത ഈ കൈ കൊണ്ട് എന്റെ ജനനേന്ദ്രിയത്തിൽ പിന്നീട് ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല. അത് കാരണമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് എന്ന് ഉമൈർ റളിയല്ലാഹു അൻഹു. സയ്യിദന ഉമൈർ അങ്ങനെ പറയുമ്പോഴേ നമ്മൾ കേൾക്കുള്ളൂ. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുക. മനസ്സിലായിക്കോ? അതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ ആര് കൈ തൊട്ടാൽ പിന്നെ അതനുസരിച്ച് വേണം നമ്മുടെ ജീവിതം പോകാൻ. കാരണം അവരെ തൊടാൻ നമുക്ക് സൗഭാഗ്യം കിട്ടിയല്ലോ, അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയല്ലോ, അവരിൽ നിന്ന് ഇൽമ് നേടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകല്ലോ. ഈ ഇൽമിന്റെ കമാലിയത്ത് നമ്മൾ പരിപൂർണമായി നിലനിർത്തണം. അത് നിലനിർത്തിക്കൊണ്ട് പോകണം. ഒരു വ്യാജ തരീക്കത്തിലും കള്ള തരീക്കത്തിലും നമ്മൾ പെടാൻ പാടില്ല. നമ്മുടെ ഉസ്താദ് പഠിപ്പിച്ച ആ തരീക്കത്ത്, ഉസ്താദ് നമുക്ക് കൈമാറി തന്ന ഇജാസത്തുകൾ, ദിക്റുകൾ, ഖുർആൻ ഓതാൻ പറഞ്ഞതാകുന്ന ഇന്ന കാര്യങ്ങൾ, ഇന്ന നിസ്കാരത്തിന് ശേഷം ഇന്ന കാര്യങ്ങൾ, മന്നെപ്പറ്റി ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് പറഞ്ഞ ദിക്റുകൾ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും. അള്ളാഹു നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. നമുക്ക് തന്ന ഇജാസത്തുകൾ അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോരുക. മഹാന്മാരാകും നമ്മുടെ ഉസ്താദ് നമുക്ക് കൈമാറി തന്ന ഇജാസത്ത് അത് നിലനിർത്തിക്കൊണ്ട് പോവുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും ശാന്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ ഈ മഹത്തുക്കൾ മുഖേനയാണ് ഹിദായത്ത് എന്ന കാര്യം നമുക്ക് വ്യക്തമായി. അമ്പിയാക്കൾ മുഖേന, അവരുടെ ശേഷം വന്ന സ്വഹാബത്ത് മുഖേന, ശേഷം വന്ന താബികൾ മുഖേന, അയിമ്മത്തുകൾ മുഖേന, ഉലമാക്കൾ മുഖേന. ഈ അമ്പിയാക്കളുടെ വാരിസീങ്ങളാണ് ആര്? ഉലമാ. അൽ ഉലമാ വറസത്തുൽ അംബിയാ. അമ്പിയാക്കളുടെ സ്ഥാനമാണ് നമുക്ക് നൽകപ്പെട്ടത്. മനസ്സിലാക്കണം ഈ ദീനിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് ആ ഒരു പവിത്രത പരിപൂർണമായി നമ്മൾ കാത്തു സംരക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാ നിയ്യത്തോടും അള്ളാഹു സാധൂകരിച്ചു. തങ്ങളൊന്ന് വന്നിരിച്ചോളൂ. ആപ്പിൾ പറഞ്ഞ് തങ്ങൾ കൊടുക്കുമല്ലോ. മാഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ പിരിവ് തുടങ്ങുന്നതിന് മുമ്പ് എഴുന്നേക്കാൻ തുടങ്ങി. ഇതാണ് ആൾക്കാർ. അവിടെ ഇരിക്കും, എല്ലാവരും ഒന്ന് നോക്കിയാൽ തിരിഞ്ഞു നോക്കിയാൽ പോകുന്നവരാന്ന് നോക്കി. ഇനി പോകൂല ഒറ്റ. അൽഹംദുലില്ലാഹ്, നമ്മൾ കുറേ ആയില്ല തുടങ്ങി. അപ്പൊ ഇങ്ങനത്തെ കുറെ ഉടായിപ്പോൾ പറഞ്ഞ അവിടെ അള്ളാഹു ആഫിയത്ത് തരട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സ് തരട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീട്ടി തരട്ടെ. തങ്ങളൊരിപ്പുണ്ട്, ദീർഘിപ്പിക്കുന്നില്ല, വേഗം. ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് നല്ല ചെലവുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ ഒരു 5 പേരുണ്ടെങ്കിൽ ആ 5 പേർക്കുള്ളതാകുന്ന ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ എത്ര പ്രയാസപ്പെടാറുണ്ട്. 5 കുട്ടികളേ ഉള്ളൂ.
അല്ലെങ്കിൽ 2 കുട്ടികളാണ്, വേണ്ട ഒരു കുട്ടി. ഇനി കുട്ടിയൊന്നും ഇല്ലെങ്കിൽ പോലും വീട്ടിലെ ചെലവ് എത്രയാ? ഒരാളും ഇല്ലെങ്കിൽ പോലും ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ പോലും അവർക്കുള്ള ബുദ്ധിമുട്ട് എത്രയാണ്? എങ്കിൽ ഇത്രയേറെ കുട്ടികളെ 150-150ഓളം കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമാണോ? ഗൗരവമുള്ള വിഷയമല്ലേ? എത്രയാ അവർക്ക് 3 നേരം ആഹാരം കറക്റ്റായിട്ട് കൊടുക്കണ്ടേ? രാവിലെ വൈകുന്നേരം ഉള്ളവർക്കുള്ള ചായ കൊടുക്കണ്ടേ? ഇതൊക്കെ നല്ല വൃത്തിയായി കൈകാര്യം ചെയ്യണ്ടേ? വളരെ റാഹത്തായ നിലയിൽ അൽഹംദുലില്ലാഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. അതും ഈ കോവിഡ് എന്ന മഹാമാരി ഇത്രയും പിടിച്ചുലച്ചതാകുന്ന ഈ സമയത്തും 8 വർഷം നല്ല രീതിയിൽ ഇൽമു പഠിച്ച് വിവിധരാകുന്ന ഉസ്താദുമാരുടെ കീഴിൽ ഇൽമു പഠിച്ചതാകുന്ന ആലിമീങ്ങളാണിവർ. അവരിവിടെ വന്നിട്ട് പിന്നീട് അവരൊരു മുത്തവ്വൽ കോഴ്സിൽ ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി പഠിക്കുകയാണ്. മുഖ്തസർ കോഴ്സും കഴിഞ്ഞു, മുത്തവ്വൽ കോഴ്സിലാണ് അവർ നിലകൊള്ളുന്നത്. സിഹാഹു സിത്ത, വിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഹദീസിൻ്റെതാകുന്ന എല്ലാ ഇൽമുകളും അവർ പഠിച്ചെടുക്കാൻ, എല്ലാ ഹദീസുകളും പഠിച്ചെടുക്കുന്നു. പ്രശസ്തമാകുന്ന എല്ലാ ഗ്രന്ഥങ്ങളും സിഹാഹു സിത്ത മുഴുവനും നല്ല രീതിയിൽ സമുന്നതരാകുന്ന ആലിമീങ്ങളുടെ കീഴിൽ പഠിച്ച് സനദ് വാങ്ങിയിട്ട് പോകുന്നു. 1 കൊല്ലം അതിനുവേണ്ടി അവർ വിനിയോഗിക്കാൻ. അൽഹംദുലില്ലാഹ്, അങ്ങനെയുള്ള നല്ല സമുന്നതരാകുന്ന ബിരുദധാരികളാകുന്ന മക്കളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്നതാകുന്ന ഭക്ഷണം ആലിമീങ്ങൾക്കാണ് എന്നുകൂടി മനസ്സിലാക്കാം. മുത്തഅല്ലിമീങ്ങളെക്കാൾ ഉപരി ആലിമീങ്ങൾ കൂടിയാണ്. അള്ളാഹു ഇൽമിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. ധാരാളം നാഫിയ ഇൽമ നമുക്കെല്ലാവർക്കും അള്ളാഹു ഏറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്ത് വേണം? ഈ ഇരിക്കുന്ന ഓരോ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ, ബാക്കിലുള്ള സഹോദരങ്ങളൊക്കെ നല്ല രീതിയിൽ സദഖ ചെയ്യാൻ തയ്യാറാകണം. ബഹുമാനപ്പെട്ടതാകുന്ന ആരെ തുടങ്ങി വെച്ച താജുദ്ദീൻ അല്ലേ? താജുദ്ദീൻ ഹാഷിമി, മാഷാ അല്ലാഹ്, നമ്മുടെ ഒരു ഹാഷിമി ബിരുദധാരി കൂടിയാണ്. അദ്ദേഹം 10,000 രൂപ ഖുലൂ തക്ബീർ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. താജുദ്ദീൻ ഹാഷിമി എന്ന സഹോദരന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടമില്ലാത്ത ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, മുത്തഅല്ലിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായി വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. ആലിമീങ്ങളെയും ദീനിന്റെ അഹ്ലുകാരോടും സ്നേഹം വെച്ചിട്ട് നൽകിയതാണ് 10,000 രൂപ. പരിപൂർണമായ കബൂലാക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സ്വീകരിക്കണേ അല്ലാ. ആരാ അടുത്തുള്ളത്? ഇൻഷാ അല്ലാഹ്. പറഞ്ഞു മുഹമ്മദ് ഹാറൂൺ 3 ചാക്കരി, സലീം കുഞ്ഞ് കുറ്റിപ്പുറം 1 ചാക്കരി, ലത്തീഫ ബിബി 1500 രൂപ, അലി അസ്ഗർ മുസ്ലിയാർ ആലുവ 7000 രൂപ, മുഹമ്മദ് റാസിൻ കോയിക്കലയ്യത്ത് 15,500 രൂപ, ഷാജി ചാരുമൂട് 1000 രൂപ, നൗഷാദ് ആനിയിൽ 1000 രൂപ, സലീന കൊട്ടാരക്കര 110 രൂപ, ഹസനാരുഞ്ഞ് പി കെ പുത്തൻപുഴയിൽ 1000 രൂപ. 2 മക്കളുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി 1 ചാക്കരി, അഷ്റഫ് ലക്ഷൂർ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 2000 രൂപ, അസുഖം മാറുന്നതിന് മലീഹ തടത്തിൽ കിടക്കുന്നത് 1 ചാക്കരി, മാങ്കേലിൽ അബൂബക്കർ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യാൻ താഹാക്കുട്ടി 2 ചാക്കരി, സീനത്ത് പോച്ചത്തറയിൽ 200 രൂപ, നാജിയ മക്കൾ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ, കൊച്ചുമകളുടെ വിവാഹം ശരിയാകാൻ 101 രൂപ, ശരീരത്തിന് ആഫിയത്ത് ഉണ്ടാകാൻ 500 രൂപ, വീടിൻ്റെ കാര്യങ്ങൾ ശരിയാകാൻ ഒരു മുത്തഅല്ലിമ സംഭാവന, കടം വീടാൻ സംഭാവന, ജ്യേഷ്ഠൻ്റെ ബിസിനസ്സിൽ ബർക്കത്തുണ്ടാകാൻ സംഭാവന, ഉമ്മാൻ്റെ അസുഖം മാറാൻ വേണ്ടി സംഭാവന. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഈ സദസ്സിൽ ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ് 1 ചാക്കരി, മാഷാ അല്ലാഹ്. എത്രയാണ്? 5000 രൂപ ഖുലൂ തക്ബീർ. പേരൊന്ന് പറയണം, പേരൊന്ന് എഴുതിക്കൊണ്ടോ. അബ്ദുറഹീം, മാഷാ അല്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലോപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. നാളെ ഈ മുതഅല്ലിമീങ്ങളോടൊപ്പം ഉലമാക്കളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള അവസരം നൽകണേ അല്ലാഹ്. മുൻകഴിഞ്ഞു പോയ
സർവ്വ അമ്പിയാക്കൾ മഹത്തുക്കളുടെ ചാരത്തേക്ക് ഞങ്ങളെയും അവരെയും നീ എത്തിക്കണേ അല്ലാ. ആരാ ഉള്ളത്? ഇനിയുണ്ടല്ലോ ബാക്കില്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 2 ചാക്കരി 1 ചാക്കരി എത്രയാന്ന് വെച്ചാൽ പറഞ്ഞോളി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഹനീഫ മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ആലപ്പുഴയിൽ മസ്താമ്പള്ളിയിലുള്ളപ്പോൾ എന്നോടൊപ്പം തൊട്ടടുത്ത മഹലിൽ പ്രമുഖ ഒരു മഹലിൽ ജോലി ഉണ്ടായിരുന്നു. അള്ളാഹു ഒരു ആഫിയത്ത് കൊടുക്കട്ടെ. മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലോപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി ഹനീഫ് ഉസ്താദിൽ നിന്ന് ഈ സദഖയെ സ്വീകരിക്കണേ അല്ലാ. ധാരാളം കാലം ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഭാര്യയെ സാലിഹത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ സാലിഹീങ്ങൾ സുലഹാകൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അമാലുകൾ ഈ സദഖകളെല്ലാം കബൂലാക്കണേ അല്ലാ. ദീനിനു വേണ്ടി നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളും ഖിദ്മത്തുകളും പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ. നേരമുള്ളത് ഇൻഷാ അല്ലാഹ് വേഗം പറയും. തങ്ങളുടെ ദുആ ഉണ്ട്, വേഗം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. വേഗം ഇൻഷാ അല്ലാഹ്. ആ ബാക്കില് കഴിയുന്നവർ ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഇന്ന് തന്നെ നിങ്ങൾ കൊടുക്കണമെന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ സൗകര്യം പോലെ, അല്ലെ 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ സൗകര്യം പോലെ നൽകുക. അള്ളാഹു സ്വീകരിക്കട്ടെ. കഴിയുന്നവർ പറയും. നമ്മുടെ ഒരു കുട്ടി ജനിക്കുമ്പോ നമ്മളിപ്പോ ബർത്ത്ഡേ ആഘോഷമാണ്, ഇല്ലേ? കുട്ടികൾ ജനിക്കുമ്പോൾ വർഷത്തിൽ ബർത്ത്ഡേ. ഞാൻ എപ്പോഴും സ്ഥാപനങ്ങളിൽ പ്രഭാഷണം നടത്തുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ഈ ബർത്ത്ഡേ ആഘോഷമൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കേക്ക് മുറിക്കലും കിറിയിൽ അങ്ങോട്ട് തേച്ചു കൊടുക്കലും ഒക്കെ നിർത്തി വെച്ചിട്ട് ആ കുട്ടിയെ വിളിച്ചിട്ട് നേരെ സ്ഥാപനത്തിൽ വരും. ഇത്തരത്തിലുള്ള ദീനിയായ സ്ഥാപനങ്ങൾ വരും. എന്നിട്ട് ആ മുത്തഅല്ലിമീങ്ങളുടെ ആലിമീങ്ങളുടെ സബദത്തിൽ വന്നിരിക്കും. ഒരു ഫാത്തിഹ ഓതി ഉസ്താദുമാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. കുറഞ്ഞ നേരമുള്ള ഏതെങ്കിലും ഒരു വഖത്ത് കഴിഞ്ഞ് അവർ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് കൂടെ ഇറങ്ങുമ്പോൾ ആ കുട്ടികളൊക്കെ എല്ലാവരെയും ഒന്ന് വിളിച്ചിട്ട് ചെറിയ ദുആ. എന്നിട്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരം. എന്ത് റാഹത്താണ്! അങ്ങനെ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ പരിശ്രമിച്ചാൽ സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് സ്ഥാപനങ്ങളൊക്കെ റാഹത്തായിട്ട് നടന്നു. ഇത് 2500 രൂപയുടെ കേക്ക് വാങ്ങിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുണ്ടേ തേച്ച് കളിക്കുകയാണ്. ലാസ്റ്റ് മോത്തല്ലായിട്ട് ഒന്നായിട്ട് കൂട്ടുകയാണ്. കുറച്ചാളുകൾ കേക്ക് വാങ്ങിച്ചിട്ട് നല്ല അമേദ്യത്തിന്റെ രൂപത്തിൽ കേക്ക് വാങ്ങിച്ചിട്ട് കല്യാണത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ട് തോണ്ടി കളിക്കുകയാണ്. ഇതാണ് ആളുകൾ. അള്ളാഹു ആക്കട്ടെ. ഹക്കീം നജീം പാപ്പാക്ക് വേണ്ടി 10,000 രൂപ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു സലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ പ്രിയപ്പെട്ട പിതാവിന് പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. കാരുണ്യത്തിന്റെ മലക്കുകളെ ഈ നിമിഷം തന്നെ ഖബറിലേക്ക് പറഞ്ഞേക്കണേ അല്ലാ. മലക്കുകൾ പ്രത്യേകമായ ഖബറിൽ രാവിൽ കാരുണ്യം ചൊരിയുന്നത് കാണുമ്പോൾ എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം ആമാറുകൾ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, എന്ത് കാരണത്താലാണ് ഇത്രത്തോളം കാരുണ്യങ്ങൾ വാരിക്കാരി ചെറിയുന്നത് എന്ന് മലക്കുകളോട് ചോദിക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിനക്ക് വേണ്ടി ചെയ്തതാകുന്ന അമാലുകൾ കാരണമായിട്ടാണ്, ദീനിന്റെ സ്ഥാപനത്തിന് വേണ്ടി കൊടുത്തതാകുന്ന സദഖയുടെ കാരണമായിട്ടാണ്, 10,000 രൂപ കൊടുത്തതിന്റെ കാരണമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കവറിൽ കാരുണ്യം ചൊരിയുന്നത് എന്ന് മലക്കുകൾ പറയുന്നത് കേട്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ നൽകണേ അല്ലാ. തന്റെ മക്കളെ തന്നെ മറന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഖബറിൽ ആനന്ദിക്കാനുള്ള തൗഫീഖ് ആ പിതാവിന് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹുവേ അവരുടെ ദറജ ഉയർത്തണേ അല്ലാ. അവർക്ക് വേണ്ടി സദഖ ചെയ്യാനുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കും. നമ്മുടെ പള്ളിശ്ശേരി മുസ്ലിമാത്തിന്റെ പ്രസിഡന്റ് ഷാനവാസ് സാഹിബ് പോയില്ല, ഇവിടെ ഉണ്ട്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് പള്ളിശ്ശേരിക്കല് 31-ാം തീയതി പ്രഭാഷണമുണ്ട്. മാർച്ചിൽ, ഇപ്പൊ ഫെബ്രുവരി അല്ലേ, മാർച്ച് 31. അപ്പോൾ എക്സാമൊക്കെ ഒന്ന് കഴിയും. പള്ളിശ്ശേരിക്ക് തങ്ങളവറുകൾ അവിടുത്തെ ചീഫ് ഇമാമും കൂടിയാണ്. തങ്ങളും ഞാനും നേരത്തെ ബന്ധമുണ്ട്. ആലപ്പുഴയിൽ ഞങ്ങൾ തൊട്ടടുത്ത മഹലിലുണ്ടായിരുന്നതാണ് വർഷങ്ങളോളം. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. തങ്ങൾ അവിടെ ഏകദേശം 10-20 വർഷത്തോളം ഖിദ്മത്തെടുത്ത. അല്ലാഹു ആഫിയത്ത് തരട്ടെ, ദീർഘായുസ്സ് അല്ലാഹു നസീബാക്കട്ടെ. മാർച്ച് 31 രാത്രിയിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ.
പള്ളിശേഖൽ ജമാഅത്തിന്റെ പ്രസിഡന്റ് ഷാനവാസ് കുറ്റിയിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. സദഖ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നതിൽ ചേർക്കണേ അല്ലാ. എല്ലാ വിജയവും നീ നൽകണേ അല്ലാ. കടങ്ങൾ എന്ന സലാമത്ത് നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ സന്തോഷവും റാഹത്തും നൽകണേ അല്ലാ. സാമ്പത്തികത നീ ഭദ്രത നിലനിർത്തണേ അല്ലാ. നൽകിയിട്ടുള്ള സമ്പത്ത് നീ അധികരിപ്പിക്കണേ അല്ലാ. അത് ദീനിനു വേണ്ടി ചെലവഴിക്കാൻ മടിയില്ലാത്തവരാണ്, നീ കബൂലാക്കണേ അല്ലാ. അവർ ഈ സ്ഥാപനത്തോട് കാണിക്കുന്ന പൂർവ്വം താല്പര്യവും നീ നിലനിർത്തണേ അല്ലാ. കുടുംബജീവിതത്തിൽ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരാ ഇനി അടുത്തുള്ളത്? ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് നൗഫൽ വാക്കബി ഉസ്താദ് 3000 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഉസ്താദിന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അമാലുകൾ ചേർത്ത് നീ കബൂലാക്കണേ അല്ലാഹ്. കടമില്ലാത്ത ജീവിതം നൽകണേ റബ്ബേ. അവർ ദീനിനു വേണ്ടി ചെയ്യുന്ന സർവ്വ ഖിദ്മത്തുകളും നീ കബൂലാക്കണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അമാലുകൾ നീ ചേർത്ത് സ്വീകരിക്കണേ അല്ലാഹ്. മരണപ്പെട്ടുപോയ കുടുംബാദികളുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖാജ മൊയ്നുദ്ദീൻ മകന് മാഷാ അല്ലാഹ്. എത്രയാണ്? 3333. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഉസ്താദിന്റെ ദറജ ഉയർത്തണേ റബ്ബേ. അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവർ തുടങ്ങി വെച്ച ഈ സ്ഥാപനം നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.